വേദിയും സദസ്സും നിർമ്മിച്ചിരിക്കുന്ന ശബ്ദമല്ല ഇന്നത്തെ വിഷയം. സമൂഹത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ കോണുകളിൽ നിന്നും, എല്ലാ സാമ്പത്തിക സാമൂഹിക തട്ടുകളിൽ നിന്നും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന, ഒരുപോലെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ നേരിടാനുള്ള ഒരു സംരംഭത്തിന്റെ തുടക്കമാണ് ഇന്നത്തെ ദിവസം നമ്മൾ കുറിക്കേണ്ടത്. ഈ ഒരു അപകടത്തെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എന്നേക്കാൾ പരിജ്ഞാനവും അറിവുമുള്ളവർ ഈ വേദിയിലും സദസ്സിലും തന്നെയുണ്ട്. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്, എന്റെ മേഖല സിനിമ ആയതുകൊണ്ട് പലപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഇത് സിനിമ പോലെയുള്ള ചില മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് ദൂരെ എവിടെയോ നിലകൊള്ളുന്ന ഒരു അപകടമായിട്ട് ഇതിനെ കാണാൻ ശീലിച്ച സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ ഇതൊരു വലിയ വിപത്തായി ഇന്ന് നിലകൊള്ളുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപകടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീടുകളിൽ നിന്നും ഏറ്റവും അടുത്തുള്ള സിനിമാ സെറ്റിലേക്കുള്ള ദൂരത്തിനേക്കാൾ ഒരുപാട് കുറവാണ് നിങ്ങളുടെ കുട്ടികളിൽ നിന്നും ഈ അപകടത്തിലേക്ക്. അതിനെ എങ്ങനെ നേരിടാം, അതിനെ എങ്ങനെ അനുഭവിക്കാം, ആ വലിയ അപകടത്തിനെതിരെ എങ്ങനെ പൊരുതാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജീവിതം കൊണ്ടും സ്വന്തം ജീവിത ശൈലികൾ കൊണ്ടും സ്വന്തമായി ജീവിച്ച് സന്തോഷം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മുതിർന്ന തലമുറയും, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രം വിവേചന ബുദ്ധിയുള്ള ഒരു ഇളതലമുറയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയ യുദ്ധത്തിൽ ഒരു വിജയം പ്രതീക്ഷിക്കാൻ കഴിയും. ഹൈബി എപ്പോ എന്നെ ഒരു ആവശ്യത്തിന് വിളിച്ചാലും എനിക്ക് നോ പറയാൻ കഴിയാറില്ല. കാരണം അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നെ വിളിക്കാറുള്ളത്. നേരത്തെ ഹൈബി സൂചിപ്പിച്ചതുപോലെ കപ്പ് ഓഫ് ലൈഫ് എന്ന മെൻസ്ട്രുവൽ ഹൈജീൻ ക്യാമ്പയിന് വേണ്ടി എന്നെ സമീപിച്ചപ്പോൾ, ഞാനൊരു പെൺകുഞ്ഞിന്റെ അച്ഛനാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പയിനാണ് എന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ട്. അത് പിന്നീട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വരെ അംഗീകാരം ലഭിച്ച, പലരും രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല കോണുകളിൽ ചർച്ച ചെയ്ത, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെൻസ്ട്രുവൽ ഹൈജീൻ ക്യാമ്പയിനെ മാറിയെന്നതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാജുലേഷൻസ് ടു യു ഹൈബി. അതുപോലെ തന്നെ ഒരു പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പയിനാണ് നോ എൻട്രി എന്ന ഈ ക്യാമ്പയിൻ. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മൊമെന്ററി ആയിട്ടുള്ളൊരു ചലഞ്ച് അല്ല. ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഒരു ഫോമൽ ഇനോഗ്രേഷൻ നടത്തിയത് കൊണ്ടോ, ഒരു ലോഞ്ചിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത് കൊണ്ടോ, ഒരു തുടക്കം കുറിച്ചത് കൊണ്ടോ നമ്മൾ ആരും എവിടെയും എത്താൻ പോകുന്നില്ല. This is a battle which will have to be fought over many, many years, maybe even over generations. ഒരു കാര്യം എനിക്ക് എടുത്തു പറയുന്നത്, സിനിമാക്കാരനായതുകൊണ്ട് സിനിമാ മേഖലയും ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഇൻ ജനറൽ ഒരു പ്രത്യേകതരം പ്രതീതി ഉളവാക്കാൻ ഞങ്ങളാൽ അബദ്ധവശാൽ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ ലഹരി പദാർത്ഥങ്ങൾ, നർക്കോട്ടിക്സിനെ റൊമാൻറ്റിസൈസ് ചെയ്യുക. എന്തോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ഫ്യൂവലാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടാൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമാണ് ക്രിയേറ്റീവായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നൊരു തെറ്റായ ധാരണ എവിടേക്കോ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ട്രസ്റ്റ് മീ, കള്ളമാണ്. ഒരു ലഹരി പദാർത്ഥത്തിന്റെയും ഇൻഫ്ലുവൻസിൽ ഒരു മഹത്കൃതിയും ഇവിടെ രചിക്കപ്പെട്ടിട്ടില്ല, ഒരു നല്ല സിനിമയും ഇവിടെ എടുക്കുകയും ചെയ്തിട്ടില്ല. എനിക്ക് തന്നെ അറിയാവുന്ന വലിയ വലിയ എഴുത്തുകാർ, സംവിധായകർ, മദ്യപാനം എന്ന ശീലമുള്ളവർ പോലും എഴുതുമ്പോഴും ഒക്കെ അത് നിർത്തിവെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. സോ ഇറ്റ്സ് ഫോർ യു. എനിക്ക് മുമ്പിലിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയാണ്. ഡോണ്ട് തിങ്ക് ദിസ് ഇസ് കൂൾ. ദിസ് ഇസ് നത്തിങ് ടു ബി പ്രൗഡ് ഓഫ്. എനിക്കറിയാം സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഒരുപാട് പിയർ പ്രഷർസ് ഉണ്ടാകും.
നിങ്ങൾക്ക് തെറ്റ് എന്ന് തോന്നുന്നതൊന്നും ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഒരു പിയർ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാകാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ tell yourself it's a group that does not deserve you. ജീവിതത്തിൽ അതിനേക്കാൾ വലിയ സന്തോഷങ്ങളുണ്ട്.